നമസ്കാരം, രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഫിഷ് കറി എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വെക്കുന്ന സാധാരണ മീൻ അല്ല, നമ്മളിന്ന് വരാൽ വെച്ചൊരു കറി. അതായത് വരാൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഇപ്പം എല്ലാവരും കോമൺ ആയിട്ട് കണ്ടിരിക്കുന്നത് അത് ഒരുപാട് ഇപ്പോൾ എല്ലാവരും വളർത്തുന്നുണ്ട്. കാരണം അതിൻ്റെ ഔഷധ ഗുണം കൊണ്ട് തന്നെ. കാരണം വൈറ്റമിൻ B12 ഏറെ ഉള്ളൊരു മീനാണ്. പിന്നെ ഒരുപാട് ഔഷധ ഗുണം ഇതിനുണ്ട് ഈ മീനിന്. അപ്പം ഞാനിവിടെ വരാൽ ഒരു 6-7 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സാധാരണ അരപ്പെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇച്ചിരി അരപ്പ് കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഈ വരാൽ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കാരണം അത് മീനേലൊന്ന് പിടിക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് പുരട്ടിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഈ അരപ്പെല്ലാം ഇത് കറക്റ്റായിട്ട് പിടിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇച്ചിരി മാങ്ങ നമ്മളെല്ലാം ചേർക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. കാരണം ഇതിന് ആ പുളിയൊന്ന് കറക്റ്റായിട്ട് ഇറങ്ങാനായിട്ട് പച്ചമാങ്ങ, നല്ല പച്ചമാങ്ങ, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇച്ചിരി കുടംപുളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ നമുക്ക് അതിന് വേണ്ട മസാലകളെല്ലാം ഞാൻ അതിൻ്റെ വഴി അത് പറയാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ആദ്യമേ ഈ വരാലെന്ന് ആദ്യമേ നമുക്കൊന്ന് വറുത്ത് കോരാം. നമ്മൾ ഒരു റെസ്റ്റ് ചെയ്യാൻ ഇത് നല്ലതായിട്ട് ഒന്ന് ഇത് വെച്ചാൽ അങ്ങ് ഡീപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്യണമെന്നില്ല, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് നമുക്ക് വറുത്ത് കോരി എടുത്ത് വെച്ചാൽ മതിയാവും. എണ്ണ വെളിച്ചെണ്ണയിലാണേ, വെളിച്ചെണ്ണ മസ്റ്റാണ്, വേറെ ഒരു ഓയിലും ചെയ്യരുത്. കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. എണ്ണയൊന്നും നന്നായി ചൂടായി വരണം. കാരണം ഒരു ഷാലോ ഫ്രൈ ആണെങ്കിൽ ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യുന്നില്ല, നല്ലൊരു കറി ഇട്ട് നല്ലൊരു എരിവുള്ള ഒരു കറി. എരി ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. എരി വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് അവോയ്ഡ് ചെയ്യാം, അതുപോലെ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എരി ഒരുപാട് വേണ്ടാത്തവർക്ക്, കാരണം നമ്മൾ മുളക് പൊടി ലൈറ്റായിട്ട് കാശ്മീരി ചില്ലി ആകുമ്പോൾ ചെറുതായിട്ടൊരു ഇതുണ്ടാവും. ശരിക്കും നമ്മൾ ഈ പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ സെയിം ഓയിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പാനിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓയിൽ മാറ്റാൻ പോകുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ഈ ഓയിൽ കാരണം മീൻ ആ വറുത്തതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിനകത്ത്, മീൻ വറുത്തതിൻ്റെയൊക്കെ ആ അരപ്പിൻ്റെയൊക്കെ ഒരു ഗുണം ആ എണ്ണയിലും ഉണ്ടാവും. അപ്പം നമ്മുടെ മീൻ നമ്മൾ ഇപ്പോൾ വറുത്ത് കോരുവാണേ. ഒരുപാട് നമ്മൾ മൂപ്പിക്കുന്നില്ല, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷാലോ ഫ്രൈ, എല്ലാ സൈഡും ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. കുരുമുളകിൻ്റെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ആ മണം, നമുക്ക് നല്ല എറോമയാണിത്. ഇതിൻ്റെ അരപ്പൊക്കെ എടുത്തോണം നല്ലതായിട്ട്. ഇനി നമുക്ക് ഈ സെയിം ഓയിൽ നമുക്കൊരൽപ്പോടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് എടുത്തിട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരികയാണല്ലോ, അപ്പോൾ അതിലേക്ക് കടുക്. കാരണം ഇനിയിപ്പോൾ ആ ഗ്രേവിക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമുക്കിതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അതൊന്ന് വഴലണം നല്ലതായിട്ട്.
നമ്മൾ ഈ വെളുത്തുള്ളി വേണേൽ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞിടും. പക്ഷേ എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ആ വരാലിനൊക്കെ ആ ഒരു രുചി അതിൻ്റെ കറക്റ്റ് പിടിക്കത്തുള്ളൂ. ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഒരു 2-2.5 ടീസ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ആ വരാൽ വറുത്തതിൻ്റെ ആ ഒരു ഗുണമൊക്കെ അതിനകത്തുണ്ട്, എണ്ണയിലുണ്ട്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ചുമന്നുള്ളി വളരെ മസ്റ്റാണ്. സവാളയല്ല, നല്ല ചെറുതായിട്ട് അരിഞ്ഞ ചുമന്നുള്ളി. അതൊന്ന് വഴലണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് ഇറങ്ങാനായിട്ട് കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം പറ്റുമെങ്കിൽ തന്നെ നല്ല ഇളം കറിവേപ്പില, നല്ല ഇളം തണ്ടുള്ള കറിവേപ്പില. പച്ചമുളക് ഒരു 3 എണ്ണം ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മളിപ്പോൾ ഇച്ചിരി എരിയായിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് വരലണം ആ ചുമന്നുള്ളിയെല്ലാം. ആ പച്ചമുളകിൻ്റെ തരിയൊക്കെ ഞാൻ പറയില്ല, പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നതും പച്ചമുളക് ചേർക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം മുളക് പൊടിയുടെ ടേസ്റ്റ് വേറെ, പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേറെ. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന എരി വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് 2ആയിട്ട് കീറിയതിന് ശേഷം അതിനകത്ത് തരി എടുത്ത് കളഞ്ഞാൽ മതിയാവും. പച്ചമുളകിൻ്റെ ആ പച്ച മാത്രമായിട്ടുള്ളത് ഇടാം. അങ്ങനെ ചെയ്താൽ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് എരി വേണ്ടാത്തവർക്ക്, പ്രായമുള്ളവർക്ക്, എന്നാൽ പച്ചമുളകിൻ്റെ ടേസ്റ്റും ഇറങ്ങും അതിനകത്ത്. ആ ചുമന്നുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴലണേ. കാരണം തീ ഒന്ന് കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് കറിച്ചട്ടിയിൽ വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. കറിച്ചട്ടിയുടെ ഒക്കെ ആ ഒരു ഇതെല്ലാം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും നമുക്ക്. കാരണം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ചുമന്നുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴലണം. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ഇതിൻ്റെ കൂട്ടയിട്ടൊന്ന് വരട്ടാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മളിപ്പോൾ ഇത് ആവശ്യത്തിന് എണ്ണയേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനാവശ്യമായ തീ കുറച്ചുകൊണ്ട് നമ്മുടെ പൊടികൾ നമുക്ക് ചേർക്കാം. ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി ഈ വരാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത്. വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ വളരെ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ പൊടി ഒന്ന് വഴലാൻ വേണ്ടി ആവശ്യമായ എണ്ണ. ഇനി നമുക്ക് മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത് ഒരു 4 ടീസ്പൂൺ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അല്പം പെരുംജീരകത്തിൻ്റെ പൊടി, ഒരല്പം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു 1.5 സ്പൂണോളം ഇട്ടു. അല്പം പെരുംജീരകപ്പൊടി. ഇനി നമുക്ക് ഒരല്പം കായപ്പൊടിയൊക്കെ അതിനൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ടാണ്. നമ്മൾ ഒരുപാടങ്ങ് വേണമെന്നില്ല, ആവശ്യത്തിന്. എന്നിട്ട് ഈ പൊടികളെല്ലാം ഈ എണ്ണയിലൊന്ന് വഴലണം. ഇത് കണ്ട മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഈ മീനിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോണം.
ഒരു സ്പൂൺ കൂടെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം അത് ഒരു നല്ല കൊഴുപ്പ് കൊടുക്കും കാശ്മീരി ചില്ലി ആകുമ്പോൾ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂണാണ് ഇട്ടത്. വേണമെങ്കിൽ ഒരു 2 സ്പൂൺ കൂടെ. നമ്മൾ കുടംപുളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാൻ പോകണേ. മീനിന് വെള്ളം ഇറങ്ങത്തില്ല, കാര്യം ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന മീനായതുകൊണ്ട് വെള്ളം ഇറങ്ങത്തില്ല. നമുക്ക് വെള്ളം ഇതിനനുസരിച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പുളി എല്ലാം പാകത്തിന് നിൽക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാങ്ങായും കൂടെ ഇടും. കാരണം മീൻ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മൾ മീൻ ഒരുപാടിട്ട് ഇതിനകത്ത് വേവിക്കണം. മീൻ ഓൾറെഡി നമ്മൾ ബോയിൽഡാണ്. മറ്റേ നമ്മൾ മീൻ വേവാനുള്ളപ്പോഴാണ് നമ്മൾ മാങ്ങായും മീനും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത്. ഈ മാങ്ങായ്ക്കൊന്ന് വേവണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ മാങ്ങായോട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് ഇതൊന്ന് വെന്തോട്ടെ. ഈ മാങ്ങയൊന്ന് ഉടയണം. അപ്പം നമ്മുടെ ഈ മാങ്ങ അല്പം ഒന്ന് വെന്തിട്ടുണ്ടാവും ഈ പൊടിക്കകത്ത്. ഇനി നമുക്കിതിലേക്ക് ഈ ഫിഷ് ചേർക്കാം. അതിൻ്റെ പൊടികളും എല്ലാം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൊടികളൊക്കെ അതിനകത്ത് ആ ടേസ്റ്റായിട്ട് വരും. ഫിഷ് എല്ലായിടത്തും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, നമ്മൾ ഓൾറെഡി മാങ്ങയുടെ പുളിയുണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തക്കാളിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിക്കണം, വട്ടത്തിലരിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ മീൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ആ തക്കാളി നല്ല വട്ടത്തിൽ കറക്റ്റായിട്ട് കിടന്ന് കൂടെ നമുക്ക് ഒരല്പം കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് ഇറങ്ങാനായിട്ട്. എന്നിട്ട് നല്ലൊരു തീ കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഒന്ന് ഈ തക്കാളിയുടെ രുചിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആ തക്കാളി ഇതെല്ലാം നന്നായിട്ട് ആ കറിക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതെൻ്റെ കറക്റ്റ് ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാടങ്ങ് ചാറ് വേണമെന്നൊന്നുമില്ല, നല്ലതായിട്ട് പറ്റി എടുക്കാം. ചോറ് മീൻകറി എന്ന് പറഞ്ഞില്ല, മോര് കാച്ചിയത്, അതുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ. വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല. ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനാവശ്യമായ നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കൊരല്പം കടുക് ഒന്ന് താളിക്കാം. കടുക് ഓൾറെഡി ഇട്ടതാണ്. നമ്മൾ ഇച്ചിരി ചുവന്നുള്ളിയും കറിവേപ്പിലയും മാത്രം മതിയോ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച്, നമ്മൾ ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ മീൻ ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഇച്ചിരി ചുവന്നുള്ളി മാത്രം ഇട്ടാൽ മതിയോ. ചെറിയൊരു ബ്രൗൺ കളറിൽ. അപ്പോൾ ഈ ചുവന്നുള്ളി മൂപ്പിച്ചിടുമ്പോൾ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ചിടുന്നതിനേക്കാൾ ടേസ്റ്റാണ് ശരിക്കും ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിടുന്നത്. വെളുത്തുള്ളി മൂപ്പിച്ചിടാം, അതും ടേസ്റ്റ് കിട്ടും.
ചെറിയ പാത്രം ആയതുകൊണ്ട് നമ്മൾ കടുക് മൂപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുഞ്ഞു പാത്രമായിരുന്നു. ഇവിടെ വേണമെങ്കിൽ വലിയ പാത്രത്തിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് കറക്റ്റ് ഒരുപാട് എണ്ണ ആവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ പാത്രത്തിൽ. അപ്പം നമ്മുടെ ഗാർണിഷിങ്ങിനുള്ള ഉള്ളി, കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ നല്ല എരിവുള്ള ഇത് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി നല്ല കൊഴുപ്പുണ്ട് ഇത്. കാര്യം എന്ന് വെച്ചാൽ ആ മുളക് പൊടി, കാശ്മീരി ചില്ലിയുടെ ഈ വരാലിലൊരു പ്രത്യേക ഒരു കൊഴുപ്പ് ഉള്ള മീനാണ്. അതുകൊണ്ട് ശരിക്കും അത് നമുക്ക് ഇതിലേക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ ഈ വരാൽ, മാംഗോ, ടൊമാറ്റോ ഒക്കെ ചേർത്തുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി കടുക് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഇച്ചിരി ചുമന്നുള്ളി, അത് കൂടുതൽ ടേസ്റ്റ് അതിന് കൂടുതൽ കൊടുക്കും. അപ്പോൾ അത് നമ്മളിതിൻ്റെ മുകളിലോട്ടൊന്നിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കണ്ട ഇതിപ്പം ഫിഷിൽ അതിൻ്റെ അരപ്പെല്ലാം പിടിച്ച് അത് നല്ലതായിട്ട് പിടിക്കും. ഇപ്പം നമ്മളിത് ഫ്രൈ ആയത് ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അരപ്പ് കറക്റ്റായിട്ട് അതേ പിടിക്കണമെന്നില്ല. അപ്പോൾ ഇത് പിന്നെ വരാലിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആലപ്പുഴ ദേശത്തൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള മീനാണ്. നമ്മൾ കൊറോണ സമയത്തൊക്കെ ഫിഷ് ഇല്ലാതിരുന്ന സമയത്ത്, മീനൊന്നും കിട്ടാതിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വരാലാണ് എല്ലാവരും കഴിച്ചിരുന്നത്. കാരണം എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ വരാൽ, ചെറിയ ചെറിയ പോൺസൊക്കെ ഉണ്ടാക്കിയിട്ട് വരാൽ, സിലോപ്പി ഇങ്ങനെയുള്ള മീനൊക്കെ വളർത്തിയായിട്ട് അറിയാം. ഇത് നല്ല വിലയും ഉണ്ട് മീൻ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മീനുമാണ്. ശരിക്കും അതിനേക്കാളുപരി വളരെ ഔഷധ ഗുണമുള്ള മീനാണ്. ശരിക്കും ഭയങ്കര ഇതാണ് അതിൻ്റെ. പിന്നെ നമുക്ക് ശരിക്കും ഒരു ചോറ്, നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിക്കാൻ ശരിക്കും വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. നല്ലൊരു പുളിശ്ശേരിയും ഉണ്ട്. ഇതുമുണ്ടെങ്കിൽ വളരെ രുചിയായിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ ഈ രുചികരമായ വരാൽ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതെല്ലാവരുടെ വീടുകളിൽ ഇച്ചിരി കുടംപുളി, മാങ്ങ, ഇത് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം മാങ്ങ ഇല്ല എന്ന് കുഴപ്പമില്ല, കുടംപുളി ഇട്ട് വെക്കാം. തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക്, മാങ്ങ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ മാങ്ങ ഇല്ലാതെ എങ്ങനെ വെക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. മാങ്ങായും കൂടെ ഒക്കെ നമുക്ക് ഈ സീസൺ ഇപ്പോൾ അത് പച്ചമാങ്ങ എനിക്ക് കിട്ടിയത് കൊണ്ട് ആ മാങ്ങയുടെയും തക്കാളിയുടെയും കുടംപുളിയുടെയും കുടംപുളി മസ്റ്റാണ്. അതിന് ആ കുടംപുളി ഇട്ട് വേവുന്നതാണ് അതിൻ്റെ ആ പുളി, അത് ജസ്റ്റ് ആ മീനെ പിടിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ രുചികരമായ വരാൽ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്തമായ കറി. ഓക്കെ, താങ്ക് യു.